Malabar Catholic Church, Sri V.D. Satishan, MLA and Leader of the Opposition, Kerala Assembly, His Eminence Dr. Elias More Athanasius, Bishop of the High Range Diocese of Jacobite Syrian Christian Church, Angamali, authors of the coffee table book present here, Sri N.P. Joseph, IAS, and Reverend Father Pius Malay Kandathil, Sri P.C. Thomas, former MP and Minister of Law, Government of India, Professor Michael Tarakan, Senior Academic and Historian, and all our honored guests. It is with immense joy and deep respect that I welcome each one of you to this August gathering at Mount St. Thomas, Kakanad, for a truly historic and culturally significant occasion, the launch of this remarkable book, Nasranis, the Syrian Christians of Kerala, their origins, culture, customs, and traditions and legacy of the Nasranis, the Syrian Christian community of Kerala, a legacy that has shaped history, culture, and faith across generations. Today's gathering is made even more meaningful by the presence of all of you who have graciously joined us to bless and honor this special occasion. To begin this evening, let us invoke the presence of Almighty God. I now invite Reverend Sister Roshni, SKD, to lead us in a prayer song. May I request you all to please rise. അടഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്ന് അടഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാനി നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ എന്റെ വീഥികളിൽ നീ ദീപമായിടണേ ദൈവമേ നിൻ സവിധി കോപ്പുകൈകളുമായിന്ന് അടഞ്ഞിടുമ്പോൾ നീ കൃപയെന്നിൽ തൂകണമേ. To set the tone for this gathering and warmly welcome our distinguished guests, I now invite Reverend Father Pius Malay Kandathil to deliver the welcome address. സീറോ മലബാർ സഭയുടെ തലവനും സഭയുടെ പിതാവുമായ അഭിമന്യ മാർ റാഫേൽ കട്ട് വലിയ പിതാവേ, ഇന്നത്തെ ബുക്ക് റിലീസിംഗിലായിട്ട് കോപ്പിയിട്ട് വാങ്ങുന്ന ആദരണീയനായ ശ്രീ വി ഡി സതീശൻ MLA, പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ വി ഡി സതീശൻ MLA, ഹൈറേഞ്ച് രൂപതയുടെ അതിനായ പ്രധാന അഭിമന്യ ഏലിയാസ് മാർ പ്രഷ്യസ് പിതാവേ, ഈ പുസ്തകത്തിൻ്റെ മുഖ്യ എഡിറ്റർമാരൊരാളായ ഓഥർമാരൊരാളായ ശ്രീ MP ജോസഫ് IAS, ശ്രീ PC തോമസ് മുൻ MP, ആദരണീയനായ പ്രൊഫസർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ മൈക്കിൾ തരകൻ, ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണത്തിന് വലിയ പങ്ക് വഹിച്ച എഡിറ്റേഴ്സിൻ്റെ ഒക്കെ കുടുംബാംഗങ്ങൾ,
ചരിത്ര കുതുകികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇവരുടെ പുസ്തകം നസ്രാണീസ്, ദർ ഒറിജിൻസ്, കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ക്യുസീൻ, ദ സെറീൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള എന്നൊരു പുസ്തകം റിലീസ് ചെയ്യപ്പെടുമ്പോൾ ആ പുസ്തകത്തിലെ സാങ്കത്യം ഒത്തിരി പേരിൽ വലിയ ഒരു ആകാംക്ഷയും ഒരു ജിജ്ഞാസയും സൃഷ്ടിച്ചുകൊണ്ട് ഈ സദസ്സ് നടന്നിരിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിൽ ചെല്ലുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്രൈസ്തവ കൂട്ടായ്മയാണ് നസ്രാണി ക്രൈസ്തവർ. അതിന് പ്രധാന കാരണമുണ്ട്. ക്രിസ്തുമതം യൂറോപ്പിലെത്തി അതേ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആ ക്രിസ്തുമതം ഇന്ത്യയിലെത്തി എന്ന് ചരിത്ര യാഥാർത്ഥ്യമായി ഇന്ന് ചരിത്ര പണ്ഡിതന്മാർ അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയും ചെയ്തതാണ് ഒരു കാരണം. മറുവശത്ത് മാർട്ടിൻ ലൂഥറിന്റെ കാലം തൊട്ട് കൊളോണിയൽ ടാമ്പറിംഗ് ഇല്ലാതെ ശുദ്ധമായ ക്രൈസ്തവ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും സൂക്ഷിക്കപ്പെട്ട ഒരു ക്രൈസ്തവ ഭാഗമായിട്ട് മാർത്തോമ ക്രൈസ്തവർ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും വിദേശ യൂണിവേഴ്സിറ്റികളിലും ഈ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് വലിയ ഗഹനമായ പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള മറ്റൊന്ന്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ കോഫി ടേബിൾ ബുക്കിന്റെ ഒരു സാങ്കത്യം. ഈ ഒരു പുസ്തകം അതിനെക്കുറിച്ച് വിശദമായി ശ്രീ എം പി ജോസഫ് IAS വിശദീകരിക്കും. ശ്രീമതി ഫാൻസി ഫ്രാൻസിസ് തെക്കേക്കര ഈ ഒരു സംരംഭം ആരംഭിച്ച് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വളരെ കമ്മിറ്റഡായി ഡോക്യുമെന്റ്സ് എല്ലാം ശേഖരിച്ച് തയ്യാറാക്കിയ മധ്യത്തിലാണ് വളരെ നേരത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ ദുരന്തതയായത് സുഖത്തിലേക്ക് എടുക്കപ്പെട്ടത്. ശ്രീമതി ഫാൻസി തന്റെ രചനയുടെ മധ്യത്തിൽ അന്ന് ഞാൻ JUവിലെ പ്രൊഫസറാണ്, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അച്ഛന് അത് പൂർണ്ണ സഹകരിക്കണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീ ഫാൻസിയും ശ്രീ MP ജോസഫ് IASഉം ഇവരുടെ ഒരു നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംരംഭത്തിൽ ഞാൻ താമസിച്ചാണ് ഞാൻ കൂട്ടിച്ചേർന്നത്. അതോടൊപ്പം തന്നെ തനുജ മല്ലിക്കും ഈ 4 പേര് കൂടി തയ്യാറാക്കി തുടങ്ങിയ ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഒത്തിരി പ്രതീക്ഷകൾ പൂണിയുകയാണ്, അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഞാനത് നീട്ടുന്നില്ല. എല്ലാവർക്കും ഈ നസ്രാണി പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും അതിന്റെ ഇന്ധനങ്ങളെക്കുറിച്ചും ആചാര ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് നിവർത്തിക്കാൻ ഈ പുസ്തകം സഹായിക്കും എന്ന് സംശയമില്ല. ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫി തട്ടിൽ പിതാവ് എന്നും ഈ സഭയുടെ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും പഠിക്കപ്പെടണം എന്ന് പറയുകയും അതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പിതാവാണ്. പിതാവ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ മാർത്തോമ സഭയുടെ പാരമ്പര്യം, നസ്രാണി ക്രൈസ്തവ പാരമ്പര്യം, അതിനെക്കുറിച്ചുള്ള പുസ്തകം എഴുതാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു മണി ഇറങ്ങി അടുത്ത മണിയും കൊണ്ട് തന്നെ ഇറങ്ങും. അപ്പൊ അത് മാത്രമല്ല, നസ്രാണി ക്രൈസ്തവരുടെ പാരമ്പര്യം അത് അക്കാഡമിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ഒരു മതപരമായിട്ട് മാത്രം പഠിക്കേണ്ട വിഷയങ്ങളല്ല. അത് ഈ ഹിസ്റ്ററി ഓഫ് റിലീജിയൻസ് ഭാഗമായിട്ടും സോഷ്യോളജി റിലീജിയന്റെ ഭാഗമായിട്ടൊക്കെ പഠിക്കപ്പെട്ട് മെയിൻ സ്ട്രീം അക്കാഡമിക് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് വരണമെന്നൊക്കെ അഭിപിതാവ് എപ്പോഴും ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആ വലിയ പിതാവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മധ്യമുള്ളതും ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ളതും. സഭയുടെ മേജറാഴ്ച ബിഷപ്പായി ചുമതലയേറ്റെടുത്തിട്ട് സഭയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ സഭയുടെ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും ഒക്കെ സംരക്ഷിക്കുകയും അങ്ങനെ സഭയുടെ തനിമയും വ്യതിരിക്തതയും പൊതുസമൂഹത്തിനും അവതരിപ്പിച്ചുകൊണ്ട് കരുത്തോടെയും അതോടൊപ്പം തന്നെ എളിമയോടെയും നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിനന്ദ റാഫി തട്ടിൽ പിതാവിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഊഷ്മതയോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ MLA എല്ലാ മതവിഭാഗങ്ങളായിട്ടും എല്ലാ സമുദായങ്ങളായിട്ടും പാലം നിർമ്മിക്കുകയും സംവേദിക്കുകയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഉത്കണ്ഠകളും ആകാംക്ഷകളും എല്ലാം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അതിലേക്ക് ഭാഗ്യമില്ല എത്തട്ടെന്ന് ആശംസിക്കുകയാണ്. എല്ലാം
വലിയ ഗഹനമായി പഠിക്കുകയും അതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ നടത്താനായിട്ട് നിഷ്ഠ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആഴത്തിൽ വിഷയങ്ങൾ പഠിച്ച് അതിൻ്റെ അടക്കങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്യേണ്ട വിധത്തിൽ അതെല്ലാം അപഗ്രഥിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ചെയ്യാവുന്നത് ചെയ്യുന്നത് പോലുള്ള നമ്മുടെ അതിൻ്റെതായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ റിലീസിംഗ് ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങാൻ നമ്മുടെ മധ്യമുണ്ട്. എല്ലാവരുടെയും പേരിലേറ്റ ആദരവോടെ ശ്രീ വി ഡി സതീശൻ MLA യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭയിലെ ആർച്ച് ബിഷപ്പുമാർ കുറേ കാര്യങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അങ്കമാലി. അങ്ങനെ ശ്രദ്ധേയമായ ഒരു അങ്കമാലിയുടെ ബിഷപ്പാണ് അഭിവന്യ അത്തനേഷ്യസ് ഏരിയസ് അത്തനേഷ്യസ് പിതാവ്. മാർത്തോമാ ഒന്നാമൻ തൊട്ട് മാർത്തോമാൻ 9 വരെയും ഈ അങ്കമാലി പരിസരത്തൊക്കെ ബന്ധപ്പെട്ടാണ്. അങ്കമാലി സഭയുടെ പൈതൃകങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ അമീനായ മെത്രാൻ അഭിവന്യ ഏലിയാസ് അത്തനേഷ്യസ് പിതാവ് മധ്യയുണ്ടെന്ന് നമുക്കൊരു അനുഗ്രഹമാണ്. ഏറ്റവും ഊഷ്മളതയുള്ള പിതാവെ അങ്ങ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, താങ്ക്സിന്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും സിൻസിയറിറ്റിയും സഭാസ്നേഹവും സമുദായ സ്നേഹവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എന്നെ മുന്നോട്ട് പ്രേരിപ്പിച്ചത്. ഏറ്റവും ആദരവോടെ നമ്മുടെ ദുരിതയായ ശ്രീമതി താങ്ക്സി അനുസ്മരിക്കുകയാണ്. വടവൂരിയുടെ ആദ്യത്തെ മെത്രാനായ മാത്യു പത്രോണി പിതാവിന്റെ കുടുംബാംഗമാണ്. തെക്കേക്കരെന്ന് വിളിക്കുന്നേ ഉള്ളൂ. പത്രോണി പിതാവിന്റെ കുടുംബമാണ്. ആ ഒരു പൈതൃകവും പാരമ്പര്യവും താങ്ക്സ് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്ര കേഡറിലെ IAS ഓഫീസറായിരുന്നു. വളരെ സൂപ്പർവൈസർ മഹാരാഷ്ട്ര ചെയ്ത വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ MD ജോസഫ് IAS, കേരള കളക്ടറും ഇവിടുത്തെ മേയറും ഒപ്പം UN-ലെ ഡെപ്യൂട്ടേഷൻ ദീർഘകാല സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത നാടുകളിൽ ഈ സമുദായത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ശ്രീ ജോസഫിന്റെ ഹൃദയത്തോട് ചേർന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുറവുമില്ലാതെ ഇതിന് പ്രസിദ്ധം മുന്നോട്ട് പോകുന്ന എല്ലാ നേതൃത്വവും എല്ലാ ത്യാഗങ്ങളും എല്ലാ കഠിനാധ്വാനവും ശ്രീ താങ്ക്സി മത്സരിച്ച മുഴുവൻ ശ്രീ ജോസഫ് സാറിനെ ഏറ്റെടുത്തത്. എന്റെ സ്നേഹപൂർവ്വം നമ്മുടെ കോയാവോധനായ ശ്രീ ജോസഫ് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി തനുജ മല്ലിക്കുണ്ട്. താങ്ക്സിന്റെ 2 മക്കൾ ഷാരോൺ സുസന്നയുണ്ട്. ഇവിടെ എല്ലാ കുടുംബാംഗങ്ങളുണ്ട്. നമ്മുടെ ആദ്യമായ XMB ശ്രീ പി തോമസ് സാറുണ്ട്. ഇവിടെ പ്രിയ സുഹൃത്തും ചരിത്രകാരനും KCCന്റെ ചെയർമാനും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായ പ്രൊഫസർ മൈക്കിൾ തിലകനുണ്ട്. വളരെ പ്രൗഢഗംഭീരമായ സദസ്സാണിത്. പ്രബുദ്ധരായ പണ്ഡിതരും ഈ വിഷയങ്ങളെക്കുറിച്ച് ഏറെ ജ്ഞാനവും ഒപ്പം കുതൂഹലവുമുള്ള ധാരാളം പേര് ഇത് കൂടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഊഷ്മളതയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാർത്തകൾ പ്രസംഗിക്കുന്നു. Father Pius, for such warm, gracious words of welcome and perfectly setting the context for this evening. Many of you have already seen the book by now, but it is only appropriate that we formally unveil the book cover at the start of this program. This unveiling marks the first public glimpse into the vision and purpose behind this book. May I now invite His Beatitude Mar Raphael Tatli, Shri V.D. Satishan, His Eminence Dr. Elias More Athanasius, the authors and the daughters of late Dr. Tansy Francis Thakekara, to please come and unveil the cover of the book. Dignitaries for unveiling this remarkable work. Behind every book lies a spark, an idea, a vision, a quiet thought that takes root in a mind and over time blossoms into reality through years of research, reflection, and unwavering dedication. This book was born from the vision of someone who is not with us today, the late Dr. Tansy Francis Thakekara, IAS retired.
It was she who first conceived this noble idea and brought into the journey Sri M.P. Joseph, her only Syrian Christian batchmate from the distinguished 1978 IAS batch. This book is truly a labor of love, patiently nurtured, carefully shaped, and lovingly brought to life over nearly a decade. At this juncture, it is only fitting that we acknowledge the many hands and hearts whose dedication and commitment helped transform this vision into the remarkable work we celebrate today. I must specifically mention Reverend Father Pius Malekandathil. Though he came on board later as a co-author, he has been the historical authority that has ensured the authenticity and the veracity of this book. Special mention also to Mrs. Tanuja Malik, who is unable to be here today. She wasn't able to come in from Bangalore. One of the most moving aspects of the story behind this book is that Dr. Thanksie Francis is no longer with us in person. Yet she remains very much present, physically through the pages of this book and in spirit among us today. We are deeply honored to have her daughters, Sharon and Susanna, with us this evening. Dr. Thanksie left us 4 years ago after a courageous battle with cancer, but her vision, determination, and legacy continue to live on through this remarkable work. Let us all then stand up for a minute in her memory, but for whom this book would never be. You all can have your seats. Depth, vision, and scholarship behind this book, I invite Sri M.P. Joseph IAS to present an introduction to the book. ഏറ്റവും അഭിവന്യ സീറോ മലബാർ സഭയുടെ തലവൻ കൂടിയായ മാർ റാഫേൽ തട്ടിൽ അതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഞാൻ ഒക്കെ എൻ്റെ നാടും ജനിച്ചു വളർന്ന സ്ഥലവുമായ പറവൂരിൻ്റെ MLA കൂടിയായ ശ്രീ വി ഡി സതീശൻ അവர்கள், യാക്കോബ സഭയുടെ ഹൈ റേഞ്ച് ഭദ്രാസനത്തിൻ്റെ തിരുമേനി മോർ ഏലിയാസ് അത്തനേഷ്യസ് അവர்கள், ഈ പുസ്തകത്തിന് ചരിത്രപരമായിട്ട് തെറ്റുകളൊന്നും കൂടാതെ അവതരിപ്പിക്കാൻ സാധിച്ചത് കോതമംഗലം അതിരൂപതയുടെ വികാരി ജനറൽ കൂടിയായ അഭിവന്യ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിലാണ്. അഭിവന്യ പയസ് മലേക്കണ്ടത്തിൽ അവർ. എൻ്റെ മുമ്പിൽ ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. ശ്രീ പി സി തോമസ് മുൻ മന്ത്രിയും 6-7 തവണ MLA-യും എൻ്റെ ഭാര്യ സഹോദരൻ കൂടിയാണ്, ഫസ്റ്റ് കസിൻ. MP-യും ലേബർ മിനിസ്റ്ററും ലോ മിനിസ്റ്ററൊക്കെ കൂടി അല്പം നെർവസാണ് കൂടി. ശ്രീ പി സി തോമസ്, ശ്രീ ജിസൻ എൻ്റെ കടോത്തരയുള്ള വീട്ട് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ വാർഡിലെ കൗൺസിൽ കൂടിയാണ് ശ്രീ ജിസൻ. സേവി കുരിശുമൂട്ടിൽ കേരള കോൺഗ്രസിൻ്റെ അധികാര സമിതി അംഗം. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ആരെങ്കിലും വിട്ടുപോയാൽ എന്നെ ക്ഷമിക്കണം. സിജോയ് വർഗീസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ബാംഗ്ലൂർ ബേസിലെ പ്രമുഖ താരവും ഞാൻ താമസിക്കുന്ന ചോയ്സ് വില്ലേജിലെ ഞങ്ങളുടെ VIP കൂടിയായ ശ്രീ സിജോയ് വർഗീസ്. സാബു ജോസ് ഇരിപ്പുണ്ട്. ഡെന്നിസ് വട്ടക്കുന്നേൽ എനിക്ക് എല്ലാ പ്രോത്സാഹനവും സാന്റാമോണിക്കയും മറ്റു രീതിയിലും തരുന്നപ്പോൾ ഞങ്ങളുടെ US വിസ തീർന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാന്റാമോണിക്കയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. അവിടെ ഒളിച്ചിരിക്കുന്നു, കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ബാബു കണ്ടുവേലിൽ പുറകിലുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ട്. പിന്നെ എൻ്റെ മേനാശ്ശേരി കുടുംബം പറവൂരിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എൻ്റെ സഹധർമ്മിണി സാലി ജോസഫ് ഉണ്ട്.
എൻ്റെ പെങ്ങൾ ലിയോണി ഉണ്ട്. ലിയോണിയുടെ ഭർത്താവ് കമാൻഡർ പോൾ തോമസ്, ഇന്ത്യൻ നേവി. ഡോക്ടർ മൈക്കിൾ ഏറ്റവും പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ചിലർ എവിടെ ഇരുന്നാലും സന്ധ്യയ്ക്കെന്തിന് സുദൂരം എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഡോക്ടർ മൈക്കിളിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യം വിട്ടുപോയിട്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന്. ലീഡ ജേക്കബ് ഇരിക്കുന്നു, ഗീത ഇരിക്കുന്നു. പിന്നെ ഏറ്റവും ഉപരിയായിട്ട്, ഇതിലെല്ലാം ഉപരിയായിട്ട് എൻ്റെ ബാച്ച്മേറ്റ് കൂടിയായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ 1978 ബാച്ചിൽ 2 സുറിയാനി കത്തോലിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് താങ്സി മാത്യു, ഒന്ന് ഞാനും ആയിരുന്നു. താങ്സി മാത്യുവിൻ്റെ 2 മക്കൾ സുസാന, ഷാരൻ. ഒന്ന് ഏറ്റു നിന്ന് എല്ലാവരുടെയും കയ്യടി ഒന്ന് സ്വീകരിച്ചാൽ. ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ക്ഷമിക്കണമെന്ന് മാത്രം പറയുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്, ഒപ്പം ഒരുപാട് ദുഃഖമുള്ളൊരു ദിവസമാണ്. സന്തോഷത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10 കൊല്ലം, ഏതാണ്ട് ഒരു പതിറ്റാണ്ട് തന്നെ താങ്സിയും, ആദ്യം താങ്സി, പിന്നീട് താങ്സി എന്നോട് കൂടെ ചേരാൻ പറഞ്ഞു. ഞാനും ചേർന്ന. പിന്നീട് ഫാദർ പയസ് മല്ലികണ്ഠത്തിൽ, തനൂജയ്ക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ 4 പേരും കൂടി, ഞങ്ങൾ 4 പേരും നസ്രാണികളാണ്, സുറിയാനി കത്തോലിക്കലാണ്. ഞങ്ങൾ 4 പേരും കൂടി താങ്സി ആരംഭിച്ച് ഞങ്ങളെ എല്ലാവരെയും അതിനകത്ത് കൂട്ടിച്ചേർത്ത ഒരു സംരംഭത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണം ഏറ്റവും അഭിമന്യ മാർ റാഫേൽ തട്ടിൽ നിന്ന് നിർവഹിക്കുകയാണ്. ഇന്നത്തെ ഈ സദസ്സിലെ ഏറ്റവും പ്രത്യേകത, ശ്രീ വി ഡി സതീശൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, നാളെ ഉയരങ്ങളിലേക്കൊക്കെ കയറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പറവൂർ, എൻ്റെ വേനാശ്ശേരി വള്ളുവള്ളി കുടുംബത്ത് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്ന ശ്രീ വി ഡി സതീശനുമുണ്ട്. ഒപ്പം രഹസ്യമല്ലാതെ വിശ്വസിക്കുന്നു ഏറ്റവും അഭിമന്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിൻ്റെ മോർ ഏലിയാസ് അത്തനേഷ്യസ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ പുസ്തകം ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന ധൈര്യം പകർന്നു തന്ന പയസ് മലയക്കണ്ടത്തിൽ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഉള്ള ഈ സദസ്സിന് ഞാൻ ആദ്യം എൻ്റെ കൂപ്പുകൈ നേരുകയാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 10 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. 10 വർഷം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് തെറ്റുകൾ തിരുത്തിയും ഒക്കെയാണ്. അതിന് ഫാദർ പയസാണ്, മോൺസിഞ്ഞോർ പയസാണ് അതിന് കാരണക്കാരൻ. ഞങ്ങളുടെ ഓരോ സ്പെല്ലിങ് പോലും ഒരു സ്ഥലത്ത് സ്പെല്ലിങ് ഇന്ന രീതിയിലും മറു സ്ഥലത്ത് കൊടുങ്ങല്ലൂരിൻ്റെ സ്പെല്ലിങ് ഒരു 10-20 തവണ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഫാദർ പയസ് ഞങ്ങളോട് അദ്ദേഹത്തിന് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഞങ്ങളൊന്നും കാണാതെ പോകുന്ന തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചാടി മുന്നോട്ട് വരും. അങ്ങനെ അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഓരോ തെറ്റുകളും കാണിച്ചു തന്നു. അത് തെറ്റുകൂടാതെ ധൈര്യസമേതം ഇന്ന് റിലീസ് ചെയ്യാനായിട്ട് പിതാവിനെ കൊണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനോട് വന്നതിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം വളരെ ദുഃഖമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം ഇതെല്ലാം കാണാനായിട്ട് എൻ്റെ 78 ബാച്ചിലെ ഡോക്ടർ താങ്സി മാത്യു ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് വലിയൊരു ദുഃഖകരമായൊരു കാര്യമാണ്. 2021 ഒക്ടോബർ 1-നാണ്, 4 കൊല്ലം മുമ്പാണ് അവർ ക്യാൻസർ രോഗം ബാധിച്ച് നമ്മളെല്ലാം വിട്ടുപോയത്. എന്നാൽ ആ കുറവ് നികത്താനായിട്ട് ഒരു പരിധി വരയ്ക്ക് അവരുടെ 2 മക്കള്, താങ്സി മാത്യു എന്നാണ് ഞാൻ വിളിക്കുന്നത്, പക്ഷെ പിന്നീട് അവർ താങ്സി ഫ്രാൻസിസ് തെക്കേക്കരയായി. പക്ഷേ ഞങ്ങൾ IAS 2 വർഷം ട്രെയിനിങ് സമയത്ത് താങ്സി മാത്യു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പരിചയമാണ് എനിക്കുള്ളത്. ഷാരനും സുസാനയും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ അഭാവം ഒരു പരിധി വരയ്ക്ക് അത് കുറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരു വശത്ത് സന്തോഷമുള്ളൊരു ദിവസം, മറുവശത്ത് ദുഃഖമുള്ളൊരു ദിവസം. ഇതെല്ലാം കാണാനായിട്ട് താങ്സി ഇല്ലല്ലോ എന്നുള്ള ദുഃഖം വളരെ അഗാധമാണ്. പക്ഷേ ഇന്നത്തെ ഈ പരിപാടി ഇത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് താങ്സി അവിടെ സ്വർഗത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുമെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം താങ്സിയുടെ ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇത്തരത്തിലൊരു പുസ്തകം എഴുതുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരു 10 കൊല്ലം നീണ്ട ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത്. താങ്സിയുടെ അഭാവത്തിന് ശേഷം താങ്സിയുടെ നമ്മൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം
2 മക്കള് സൂസനയും ഷാരോണും ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ പ്രിന്റിങ്, അതിൻ്റെ പബ്ലിഷിങ്, ഒരുപാട് കാര്യങ്ങളുണ്ട് പുസ്തകത്തിലുള്ള ഇറക്കണമെങ്കിൽ. അതിനെല്ലാത്തിനും അവർ കൂടെ ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളത് വളരെ വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം തനൂജ മല്ലിക്, ഇതിലത്തെ 4ാമത്തെ ഓഥർ ശ്രീമതി തനൂജ മല്ലിക്. തനൂജയും ഒരു സുറിയാനി ക്രിസ്ത്യാനിയാണ്. മല്ലിക് എന്നുള്ള പേര് വരാൻ കാരണം അവര് പഞ്ചാബിലെ ഒരു IAS ഉദ്യോഗസ്ഥയുടെ ഭാര്യ കൂടിയാണ് തനൂജ മല്ലിക്. തനൂജയ്ക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല, അവർക്ക് മുംബൈക്ക് പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും ഒരു നല്ല പിൻബലം തന്നേനെ. നിർഭാഗ്യവശാൽ അവർക്ക് ബോംബെക്ക് പോകേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ കൂടെ ഇല്ല. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം വളരെ ലളിതമാണ്. ഈ സുറിയാനി കത്തോലിക്ക അല്ലെങ്കിൽ സുറിയാനി സഭ, യാക്കോബായ അല്ലെങ്കിൽ സുറിയാനി 8 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് സുറിയാനി നസ്രാണിയ കുടുംബത്തിൽ. ഈ 8 വിഭാഗങ്ങളും എന്താണ് എന്ന് നമ്മുടെ അടുത്ത തലമുറയെ മനസ്സിലാക്കാനായിട്ട് അത്രയും എളുപ്പമൊന്നുമല്ല. എനിക്ക് പോലും ഇവിടെ വന്ന് ഇതിൻ്റെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ 8 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഈ 8 എങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ തന്നെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനുണ്ട്, സീറോ മലങ്കര സഭയ്ക്ക് നമുക്കൊരു കർദിനാളുണ്ട്, യാക്കോബായ സഭയുടെ ഏലിയാസ് അത്തനേഷ്യസ് തിരുമേനി ഇവിടെയുണ്ട്, പിന്നെ ദേവലോകത്തുള്ള മലങ്കര സഭയുടെ തിരുമേനി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ 8 സഭകൾ ഒന്നിച്ചു കൂടുന്നതാണ് ഈ നസ്രാണി കുടുംബം, ഈ സീറോ മലബാർ കുടുംബം. നമ്മുടെ കർത്താവിൻ്റെ മരണവും പുനരുത്ഥാനത്തിന് ശേഷം 1952 AD, വെറും 1952 AD കേരളത്തിലേക്ക് കൊടുങ്ങല്ലൂർ, നമുക്ക് വടക്കുവശം മുസീരിസ് എന്ന് അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിനടുത്ത് വന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹ ആണ് ആദ്യം ഈ പുതിയ ഒരു മാർഗത്തെക്കുറിച്ച്, അന്ന് ഇത് മതം മാറുന്നത് കൺവേർഷൻ അല്ല, ഒരു മാർഗം മാത്രം മാറുന്നു. എത്രയോ മാർഗങ്ങളുണ്ട് ബ്രഹ്മാവിലേക്ക്, ദൈവത്തിലേക്ക്, അല്ലാഹുവിലേക്കൊക്കെ കയറാൻ. ആ പല മാർഗങ്ങളിലും ഒരു മാർഗം ആണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്ന 52 AD ഇവിടെ വന്ന് കർത്താവ് മരിച്ചതിന് ശേഷം ഏതാണ്ട് 20 കൊല്ലം തികയുന്നതിന് മുമ്പ് കേരളത്തിലെ മണ്ണിൽ ചവിട്ടി 7 പള്ളികൾ സ്ഥാപിച്ചു. അരപ്പള്ളിയെ പറ്റി തീർച്ചയായിട്ടും അത് ഈ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെ അരപ്പള്ളി വന്നു 7 പള്ളികൾ സ്ഥാപിച്ച് ഒരു ക്രിസ്തീയ സമൂഹം മാർഗം, ഒരു പുതിയ മാർഗം ദൈവത്തിലേക്ക്, ബ്രഹ്മാവിലേക്ക്, അള്ളാഹുവിലേക്കുള്ള ഒരു പുതിയ മാർഗം നമുക്ക് കാണിച്ചു തന്ന് അതിൻ്റെ പിൻഗാമികളാണ് നസ്രാണികൾ. നസ്രാണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ നസ്രത്തിൽ ജനിച്ച നസ്രാണി എന്നുള്ള പേര്. പലപ്പോഴും ഈ പേര് കളിയാക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അഭിമാനത്തോടു കൂടെ നമ്മളെല്ലാവരും നസ്രാണികളാണെന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം നമുക്കെല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ വിശുദ്ധ തോമാസ്ലിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ബൈബിളൊക്കെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹമാണ് ഈ സംശയത്തിന്റെ ഏറ്റവും മൂർച്ചയിലെത്തിയ 12 അപ്പോസ്തലന്മാരിൽ ഒരാള്. ഡൗട്ടിങ് തോമസ് ദ ട്വിൻ, തോമസ് ഡിഡിമോസ് എന്ന് പറയുന്ന തോമസ്ലിയാണ് കേരളത്തിൽ വന്ന ഈ പുതിയ 7 പള്ളികൾ സ്ഥാപിച്ച് നമുക്ക് ഒരു പുതിയ മാർഗം കാണിച്ചു തന്നത്. ആ മാർഗം 10,000 കൊല്ലമായിട്ട് നമുക്ക് പിന്തുടരാൻ സാധിച്ചു എന്നുള്ള ദൈവത്തിന്റെ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെക്കാളും പഴക്കമുള്ള ഒരു സഭ ഇത് ലോകത്തിലുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഈജിപ്തിലത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ മാത്രമാണ്. അവരാണോ ആദ്യം ക്രിസ്ത്യാനികളായത് അതോ നമ്മളാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു വിവാദ വിഷയമാണ്. ഫാദർ പയസ് അതിനെ പറ്റി കൂടുതൽ വെളിച്ചം തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് 52 AD കേരളത്തിൽ വന്നൊരു പുതിയ മാർഗം കാണിച്ചു തന്ന് 7 പള്ളികൾ സ്ഥാപിച്ച് ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ച് വേർപാടുകളുടെ വ്യത്യസ്തകളുടെ ഒന്നുമല്ല, 2 മാറി നിന്ന് അടിച്ചും ഇടിക്കുന്ന ഒരു വ്യത്യസ്തതയല്ല, പക്ഷെ മറ്റൊരു മാർഗം. ദൈവത്തിലേക്ക് എത്രയോ മാർഗമുണ്ട്, അള്ളാഹുവിലേക്ക് എത്ര മാർഗമുണ്ട്, ബ്രഹ്മാവിലേക്ക് എത്രയോ മാർഗമുണ്ട്. അതിലത്തെ മറ്റൊരു മാർഗം കൂടിയാണ് ഇത് എന്ന് കാണിച്ചു തന്നുകൊണ്ട് നമുക്കൊരു പുതിയ രീതി കാണിച്ചു തന്ന തോമാസ്ലിയെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുന്നു. ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ പരമ്പരയാണ് ഈ സഭകളെല്ലാം 8 സഭകളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. 8 സഭകളും അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 8 സഭകള് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. എക്യുമെനിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒത്തുകൂടിക്കുന്ന
എല്ലാ സഭകളെയും ഒത്തുകൂടിച്ച് പണ്ട് 1498 പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരൊറ്റ സഭ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകാനായിട്ടുള്ളൊരു മാർഗം കൂടിയാണ് എക്യുമെനിസം. അതിൻ്റെ ഒരു പ്രതീകമാണ് മോർ ഏലിയാസ് അത്തനേഷ്യസ് ഇവിടെ ഉള്ളത്. മറ്റ് സഭകളും ഇതിൻ്റെ ഭാഗമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള 2000 വർഷത്തെ പാരമ്പര്യമുള്ള 2000 വർഷത്തെ ഒരു ചരിത്രമുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ചരിത്രമുള്ള പോർച്ചുഗീസുകാർ വന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും നമ്മുടെ അടുത്തുള്ള ഉദിയംപേരൂർ സൂനകദോസിൽ വെച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നും സാധിക്കുന്ന ഒരു സഭയാണ് ഈ സുറിയാനി സഭകള്. ഈ സഭകളുടെ വളരെ ലളിതമായ ഒരു വിവരണം ഈ പുസ്തകം കോഫി ടേബിൾ ബുക്ക് എന്ന് ഞാൻ വിശേഷിപ്പിച്ചപ്പോൾ എൻ്റെ ഒരു ബാച്ച്മേറ്റ് കൂടി എൻ്റെ ഒരു ഇന്ത്യൻ പോലീസ് സർവീസ് ഉദയ ബാലകൃഷ്ണൻ അദ്ദേഹം ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഇതിനെ കോഫി ടേബിൾ ബുക്ക് എന്ന് പറഞ്ഞു, ഇതിന് നിസ്സാരവൽക്കരിക്കരുത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഇവിടെ ഷാരഡും സൂസനൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ രീതികൾ എന്താണ്, നമ്മുടെ പള്ളികൾ എന്താണ്, നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ കുസീങ്ങ എന്താണ്. എൻ്റെ ഭാര്യ സാരിയുടെ കുറച്ച് ഫിഷ് മോളിയൊക്കെ വെച്ച ഫോട്ടോയും പുസ്തകത്തിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ കുസീങ്ങ, നമ്മുടെ ഭക്ഷണ രീതികൾ എന്താണ്, നമ്മുടെ കല്യാണങ്ങൾ എന്താണെന്നൊക്കെ വളരെ ലളിതമായിട്ട് വിവരിച്ചു തരുന്ന ഒരു പുസ്തകമാണിത്. എന്താണ് സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, എന്താണ് നസ്രാണി എന്ന് പറഞ്ഞാൽ, അതിന്റെ ആരംഭം എവിടെയാണ്, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അധികം സമയമൊന്നുമില്ല, സ്മാർട്ട് ഫോണിൽ തോണ്ടുന്ന ആ സമയം അവരുടെ മുമ്പിലുള്ളൂ. ആ തോണ്ടാനുള്ള ഒരു സമയം കൊണ്ട് ഏകദേശം ഈ സഭയെക്കുറിച്ച്, ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച്, തോമാസ് ലീയെ കുറിച്ച്, ആ സംശയിക്കുന്ന തോമാസ് ലീയെ കുറിച്ച് മുറിവിൽ കൈ തൊട്ടിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ കർത്താവ് വീണ്ടും ഉദ്ധരിച്ചു എന്ന് പറഞ്ഞ സംശയിക്കുന്ന, നമ്മളെല്ലാവരും സംശയക്കാരാണ്, ആ സംശയിക്കുന്ന വിശുദ്ധ തോമാസ് ലീയുടെ പാരമ്പര്യക്കാർ ആയ നമ്മൾ തീർച്ചയായിട്ടും ആ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും, എൻ്റെ മകനോട് ഇപ്പം പറയില്ലേ, പക്ഷെ പണ്ടൊക്കെ ചോദിച്ചിട്ടില്ല, എന്താണ് ഈ സീറോ മലബാർ സെറ്റിയാണോ പൂജ്യമാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കളിയാക്കേണ്ട ഒന്നല്ല, ഇതൊരു പാരമ്പര്യമുള്ള ലോകത്തിലെ 2000 വർഷത്തെ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, റോമിൽ ഓഫ് കോഴ്സ് പൗലോസ് സ്ലീഹ പോയി, പക്ഷേ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ 7 പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു 2000 വർഷത്തെ തുടർച്ചയായ പാരമ്പര്യം ഉള്ള ഒരു സഭയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണിത്. ഇത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന്റെ കാരണക്കാരൻ ഞാനല്ല, ഇവിടെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കാരണക്കാരി ഡോക്ടർ താങ്സി മാത്യു ആണ്. ഈ പുസ്തകം താങ്സി മാത്യുവിനുള്ള, എനിക്ക് മലയാളത്തിൽ അതിന്റെ കൃത്യം വാക്ക് കിട്ടുന്നില്ല, ഒരു പ്രതീകമാണ്, ഒരു മെമ്മോറിയലാണ്. അവർക്ക് സുറിയാനി സഭയോടും സുറിയാനി ക്രിസ്ത്യാനികളോടുമുള്ള വളരെ അഗാധമായ ഒരു അഭിമാനം, അത് അവർ എനിക്ക് പകർത്തി തന്നുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഈ ഒരു ദൗത്യത്തിന് ഞങ്ങൾ ഇറങ്ങിയത്. ഈ പുസ്തകം അവർക്കുള്ള ഒരു മെമ്മോറിയലാണ്. മലയാളം അറിയാവുന്ന മെമ്മോറിയലിന് മലയാളം എന്താണെന്ന് പറഞ്ഞു തന്നാൽ ഉപയോഗിക്കാം. അവർക്കുള്ള ഒരു ഓർമ്മയാണിത്. അവര് അടുത്ത തലമുറ നമ്മുടെ എല്ലാവരുടെയും പാരമ്പര്യം എന്താണ്, നമ്മുടെ എല്ലാവരും വേരുകൾ എന്താണ് മനസ്സിലാക്കി തരാനായിട്ട് ഒരു പുസ്തകം എഴുതണം. എളുപ്പമായിരിക്കണം വായിക്കാൻ, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കണം, പക്ഷെ ചരിത്രം കൃത്യമായിരിക്കണം. അതിലെഴുതുന്ന ഓരോ വാക്കിനും തെറ്റുകൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ച് എനിക്ക് ഒരു ഉന്മേഷം തന്ന താങ്സി മാത്യുവിനെ ഈ അവസരത്തിൽ വീണ്ടും ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സീറോ മലബാർ സഭ, നസ്രാണി സഭ എന്ന് മാത്രമല്ല എല്ലാ ക്രൈസ്തവരും മറ്റെല്ലാവരും ലോകത്തിലെമ്പാടും പടർന്നു കിടക്കുകയാണ്. അവർക്കെല്ലാവർക്കും അവരുടെ പണ്ട് എഡ്ലക്സ് ഹക്സ്ലി എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗ്ഗക്കാരൻ എഴുതിയ റൂട്ട്സ് എന്ന പുസ്തകത്തിന്റെ പോലെ ഇത് സുറിയാനി പാരമ്പര്യത്തിന്റെ ഒരു വേരുകളാണ്, റൂട്ട്സ് ആണ്. അത് ഭാവി തലമുറയ്ക്കും ഈ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് മാത്രമല്ല, ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, നസ്രാണി എന്ന് പറയുമ്പോൾ ഇതെന്താണ് എന്ന് അറിയാത്ത അനേക കോടികൾ ഇന്നും ലോകത്തിലുണ്ട്. അവർക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടെ ഐ ഡെഡിക്കേറ്റ് ദിസ് എക്സലന്റ് ബുക്ക് ടു താങ്സി മാത്യു.
നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Very much, Sri MP Joseph, for that insightful introduction, giving us a meaningful glimpse into the richness and significance of this work. Thank you for injecting your speech with such humor and making sure we all are so interested now that we will certainly pick up a copy before we leave. I must also mention at this juncture that the foreword to this book was written by Dr. Shashi Tharoor, and he would have very much liked to be here today but is unable to attend owing to a cataract surgery. So we wish him a very speedy recovery. We are deeply honored to have with us a very distinguished spiritual leader whose presence brings blessings and grace to this gathering. It is now my proud privilege to invite His Eminence, Dr. Elias Moore Athanasius, Bishop of the High Range Diocese of the Jacobite Syrian Christian Church, Angamali, to bestow his blessings and deliver the presidential address. Your Eminence, we humbly invite you to address and bless this gathering. ദൈവത്തിൻ്റെ സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ പിതാവായ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദ പിതാവ് മോർ റാഫേൽ തട്ടിൽ പിതാവേ, കേരളം ഈ നാളുകളിൽ വളരെ പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവും MLA-യുമായ ബഹുമാനപ്പെട്ട VD സതീശൻ അവர்கள் വളരെ താല്പര്യത്തോടെയാണ് അദ്ദേഹത്തിലേക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും കേരള ജനതയും മുഴുവനും കാത്തിരിക്കുന്നതും നോക്കിക്കാണുന്നതും എന്ന് ഞാൻ പറയാതെ പോയാൽ അത് നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നുള്ളത്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു വെച്ചു. ബഹുമാനപ്പെട്ട ചരിത്രകാരനും ലിറ്ററേച്ചറുടെ ബേസുമായിരിക്കുന്ന പൈസച്ചൻ നസ്രാണി ഗ്രന്ഥം എഴുതാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച് ഇന്ന് അത് അന്വർത്ഥമാക്കി തീർക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് IAS അവറുകൾ, മുൻ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട PC തോമസ് അവറുകൾ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികര്, മുഹമ്മദ് ഷിയാസിനെ കണ്ടു, ഇവിടെയുള്ള IASകാർ, ജോസഫ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ, സ്നേഹിതര്, വാത്സല്യമുള്ള സഹോദരികളെ, ആദ്യമായി നസ്രാണി ഗ്രന്ഥത്തിന് എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ജോസഫ് സാറ് ചരിത്ര ഗവേഷണത്തിൽ അഗ്രഗണ്യനാണ്. ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നീട്ടി പറയുന്നില്ല, പിതാവ് കൽപ്പിച്ച് അനുഗ്രഹിക്കേണ്ടതുണ്ട്. ഞാൻ തിരിച്ച് ചരിത്ര പുസ്തകം എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും കാര്യങ്ങൾ കൂടി ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ്. ക്രിസ്തുവിന് ശേഷം AD 37 യഹൂദന്മാരിലുള്ള ഭയനിമിത്തം ക്രിസ്ത്യാനികളായി തീർന്ന ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന യഹൂദരും പുറജാതിക്കാരുമായ ആളുകൾ യെരുശലേമിൽ താമസിക്കാൻ വിഷമമായപ്പോൾ അവർ അന്ത്യോക്യയിലേക്ക് പോയി. അന്ന് യെരുശലേം അന്ത്യോക്യയുടെ ഭാഗമായിരുന്നു. അവർ അന്ത്യോക്യയിൽ ചെന്ന് അവർ ആരാധന നടത്തിപ്പോന്നു. അന്നത്തെ ആരാധനയുടെ പ്രത്യേകത അപ്പവും മത്സ്യവുമായിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മാറി വന്നത്. അന്നത്തെ ആരാധന എന്നല്ല, അന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നാണ് പറയുന്നത്. അതിന് അപ്പവും മത്സ്യവുമായിരുന്നു. അത് ക്രിസ്തുവിൽ നിന്നാണ് അപ്പോസ്തലന്മാർ പകർത്തിയെടുത്തത്. അന്ത്യോക്യയിൽ വെച്ച് സ്ലീഹന്മാരും വിശ്വാസികളും ഒരുമിച്ച് കൂടുമ്പോൾ ഇത് വിശ്വാസികളുടെ കൂട്ടമാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പം മുറിക്കലിന്റെ പ്രത്യേകതയിൽ നിന്നായിരുന്നു. അപ്പവും മത്സ്യവും വെച്ചായിരുന്നു അന്ന് പ്രാർത്ഥിച്ചു പോന്നത്, അപ്പം മുറിച്ചു പോന്നത്. അവിടെ വെച്ച് AD 37 ആദ്യമായി ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനി എന്ന പേര് അന്ത്യോക്യയിൽ വെച്ച് ഉണ്ടായി എന്ന കാര്യം നാം ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകാൻ ഇടയായി തീരുമ്പോൾ
നീട്ടി പറയാതെ 8 നസ്രാണി പുസ്തകം എഴുതുമ്പോൾ 8 നസ്രാണി സഭകളെ കുറിച്ച് ചേർത്താണ് ജോസഫ് സാറ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 8 നസ്രാണി സഭകളെയും ചേർത്ത് നിർത്തുന്ന ഒറ്റ കണ്ണി ഒന്നേ ഉള്ളൂ. ആ ഒറ്റ കണ്ണി എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാരുടെ കാലത്തുണ്ടായ അപ്പവും മത്സ്യവും മാറി. പിന്നീട് സ്ലീഹന്മാരുടെ കാലത്ത് AD 325 ശേഷം അപ്പവും വീഞ്ഞുമായി മാറി. അതുകൊണ്ട് പഴയ പള്ളികളെല്ലാം അപ്പവും മത്സ്യവും വെച്ചിരിക്കുന്നത് അതിനു മുമ്പുള്ള ക്രൈസ്തവർ ഒരുമിച്ച് കൂടിയ, ക്രിസ്ത്യാനികളെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇവന് വേറൊരു പേര് കൂടി നാടൻ ഭാഷയിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ കളിയാക്കി വിളിച്ച പേര് അഭിമാനപൂർവ്വം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയവർ സ്വീകരിച്ചു, നമ്മൾ ക്രിസ്ത്യാനികളാക്കി തീർന്നു. അപ്പവും മത്സ്യവും ആ കാലത്തെ അടയാളം. സെക്കൻഡ് 325 ശേഷം വീണ്ടും ഒരു ചരിത്രം ഉണ്ടാക്കപ്പെട്ടു. അത് ക്രിസ്തു മേശയിൽ ശുശ്രൂഷ അർപ്പിച്ച അപ്പവും വീഞ്ഞുമായിരുന്നു പിന്നീട് വരുന്നത്. ആ അപ്പവും വീഞ്ഞും ശുശ്രൂഷ നിവർത്തിക്കപ്പെടുമ്പോൾ 8 നസ്രാണി സഭകളെയും കുടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരുപാട് കണ്ണിയില്ല. ആരാധന ലിറ്റർജിക്കലായിട്ട് അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും 8 സഭകളുടെയും മർമ്മം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു അപ്പമാണെന്ന് അങ്ങ് വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ ഓസ്തിയാണെന്ന് വിചാരിച്ചോട്ടെ, പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഓസ്തി ആണെന്ന് അങ്ങ് വിചാരിച്ചോട്ടെ, യാക്കോബായ അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ രീതി അനുസരിച്ച് അപ്പമാണെന്ന് അങ്ങ് വെച്ചോട്ടെ. ഈ കാസായിലിരിക്കുന്ന ഒരപ്പം മാത്രമാണ്. അത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ അല്ലെങ്കിൽ നസ്രാണി സഭകളുടെ പ്രത്യേകതയാണ്. കാസായിൽ ഒരപ്പം മാത്രമേ ഇരിക്കുകയുള്ളൂ. പിതാവ് കുർബാന ചെല്ലുമ്പോഴും ഞാൻ കുർബാന ചെല്ലുമ്പോഴും പൈസ ചെല്ലുമ്പോഴും ഇവിടേക്ക് അച്ഛന്മാർ ചെല്ലുമ്പോഴും കാസായിൽ ഒരപ്പം മാത്രമേ ഇരിക്കുകയുള്ളൂ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, വീഞ്ഞെടുക്കുന്നുണ്ട്. വീഞ്ഞായിട്ട് മാത്രമല്ല എടുക്കുന്നത്. അതിൽ കാസായിൽ വീഞ്ഞും 1 ഔൺസ് താഴെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 1 ഔൺസിൽ താഴെയുള്ള വീഞ്ഞും അത്രയും തന്നെ വെള്ളവും ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ആ കാസായിലെ വീഞ്ഞും വെള്ളവും പീലാസായിലിരിക്കുന്ന ഒരേ ഒരു അപ്പവും മാത്രമേ ഈ കുർബാന പീഠത്തിലുള്ളൂ. നമ്മളെ യോജിപ്പിക്കുന്ന 2 ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കാസായിലിരിക്കുന്ന അപ്പം കൈ കൊണ്ടെടുത്ത് ഈ കയ്യിൽ വെച്ചു, ഈ കൈ കൊണ്ട് അതിനെ താങ്ങി ഇതെടുത്തിട്ട് വെച്ച് കഴിഞ്ഞ് കർത്താവ് ആ അപ്പം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓസ്തി എടുത്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കർത്താവ് എന്ത് ചെയ്തു? ഈ അപ്പം മുറിച്ചു. ഇത് സെന്റ് മാർക്കിൽ നടന്ന സംഭവമാണ്, പെസഹായിൽ നടന്ന സംഭവമാണ്. ഈ അപ്പം മുറിച്ചപ്പോൾ ഉണ്ടായ സംഭവം, മുറിക്കൽ 2ആക്കപ്പെട്ടു. ഇവിടെ അപ്പം മുറിച്ച് 2ആക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു ഭാഗം ഒന്നാക്കപ്പെട്ടു. ആ ഒന്നാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ ബന്ധം നഷ്ടപ്പെട്ടു പോയിരുന്നത് ഈ കർത്തൃമേശയിലെ ശുശ്രൂഷയാൽ അപ്പം മുറിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പത്തിൻ്റെ മുറിക്കലാൽ ഒരു മനുഷ്യൻ മുറിക്കപ്പെടുന്നു. ആ മനുഷ്യൻ്റെ മുറിക്കലിനാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിലെ മുറിക്കൽ മുഖാന്തരം അല്ലെങ്കിൽ വിലാപിലെ കുത്തിനാൽ അല്ലെങ്കിൽ കുഞ്ഞാട് യാഗമായി അർപ്പിക്കപ്പെടുന്നതിനാൽ അത് വേദനപ്പെട്ടു മരിച്ചുവെങ്കിൽ, മുറിക്കപ്പെട്ട് മരിച്ചുവെങ്കിൽ, ആ മരണത്താൽ അത് 2ആയി പിരിഞ്ഞുവെങ്കിൽ ഇവിടെ മനുഷ്യനും ദൈവം തമ്മിലുണ്ടായ പഴയ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോയി ഒന്നായി തീർന്നു. ഈ ഒരു ഓസ്തി അല്ലെങ്കിൽ ഒരു അപ്പത്തിൻ്റെ മുറിക്കൽ നസ്രാണി സഭകളുടെ 8 സഭകളുടെയും ബന്ധിപ്പിക്കുന്ന കാതലായ കേന്ദ്രം ഈ അപ്പം മുറിക്കലാണ്. ഈ അപ്പം മുറിക്കലാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, മറ്റ് 6 സഭകളെ ഉണ്ടെന്ന് പറയുന്ന 6 സഭകളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് നിർത്തുന്ന ഒറ്റ കണ്ണി ഈ അപ്പം മുറിക്കലാണ്. ഈ അപ്പം മുറിക്കലൂടെ മറ്റൊന്നും കൂടി സാധ്യമായി തീരുകയാണ്. ഈ മുറിക്കപ്പെട്ട അപ്പത്തിൽ നിന്ന് ബാക്കി എല്ലാ ആളുകളും അതിൻ്റെ ചെറിയൊരു പോർഷൻ, ഓസ്തിയാണെങ്കിൽ ഓരോ ഓസ്തി എല്ലാവരും കൊടുത്ത് ഓസ്തിയാൽ അല്ലെങ്കിൽ അപ്പത്താൽ, മുറിക്കപ്പെട്ട അപ്പത്താൽ
സഭയിൽ ഈ അപ്പം മുഖാന്തരം എല്ലാവരും ഒന്നിൽ ഒന്നായി തീരുകയാണ്, അപ്പത്തിൽ ഒന്നായി തീരുകയാണ്. അങ്ങനെ 8 സഭകളെയും ഒന്നാക്കി തീർക്കുന്ന ഒരു നസ്രാണി സഭകളെ ഒന്നാക്കി തീർക്കുന്ന കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് ഈ അപ്പൻ മുറിക്കൽ ശുശ്രൂഷയാണ്. ഞാൻ ഇങ്ങനെയും കൂടി നസ്രാണി എന്ന വാക്ക് വരുമ്പോൾ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? യഹൂദന്മാർ തമ്മിൽ, പുരോഹിതന്മാർ തമ്മിൽ പറഞ്ഞു, വല്ല നന്മയും നസ്രത്തിൽ നിന്നുണ്ടാകുമോ? അവര് തിരുവെഴുത്തുകൾ പലതും പരിശോധിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ യേശു ബേത്ലഹേമിൽ ജനിച്ചു, യേശു നസ്രത്തിൽ വളർന്നു, ബേത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ വളർന്നു. നസ്രത്തിൽ നിന്ന് കർത്താവ് ജോർദാനിലേക്ക് പോയി, ജോർദാനിൽ നിന്ന് വരുമ്പോൾ അവൻ യേശുവല്ല, യേശു ക്രിസ്തുവായി തീരാണ്. യേശു ക്രിസ്തു കുരിശിൽ യാഗമായി തീർന്നു. ആകയാൽ നസ്രത്തിൽ വളർന്നു എന്നുള്ളതിനാൽ നസ്രത്തുകാരൻ എന്ന പേരുണ്ടായി. നസ്രത്തുകാരിൽ നിന്ന് നസ്രാണി എന്ന വാക്കുകൾ ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ ചരിത്രത്തിന്റെ പ്രധാന ഭാഗം നസ്രാണികൾ. ആ നസ്രാണി എന്ന വാക്കിന് അന്വർത്ഥമാകുന്ന നിലയിൽ ഈ കാര്യം ഉണ്ടാകാൻ കാരണം നസ്രായനായതുകൊണ്ട്, നസ്രത്തിൽ വളർന്നുകൊണ്ട് ഈ പേരിൽ യേശു ക്രിസ്തു പേര് ക്രിസ്തുവിൽ അന്വർത്ഥമായി തീർന്നു. വാത്സല്യമുള്ളവരെ, ജോസഫ് IAS അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥം 8 സഭകളെയും കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ ഞാൻ പലപ്പോഴും പറയും, പ്രബന്ധങ്ങളും പുസ്തകങ്ങളും സഭകളെ കുറിച്ച് എഴുതുമ്പോൾ സഭകൾ തമ്മിലുള്ളതായ അകലം കുറയ്ക്കുവാനും കൂടുതൽ പഠിക്കുവാനും അതുവഴി ക്രിസ്തുവിലേക്കുള്ള അകലം കുറയ്ക്കുവാനും പ്രബന്ധങ്ങൾക്കും ലേഖനങ്ങൾക്കും പുസ്തകങ്ങൾക്കും അതിലൂടെയുള്ള അറിവ് കാരണമായി തീരണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ജോസഫ് സാറുമായി പലപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ആഴമേറിയ ബൈബിൾ വിജ്ഞാനം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിലുണ്ട്. ഇത് ഇന്നൊരു പുസ്തകമാക്കപ്പെട്ടു എന്നുള്ളതും അത് പുസ്തകം എഴുതപ്പെട്ടത് നസ്രായത്തുകാരനായ പുസ്തകം കൊടുക്കുന്നത് പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് തന്നെ കൊടുക്കുമ്പോൾ അദ്ദേഹം ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്, ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് അദ്ദേഹം വരുമെങ്കിൽ അഖിലമലങ്കര സുവിശേഷത്തിന്റെ ഒരു ദിവസത്തെ പ്രസംഗം അദ്ദേഹത്തിന് കൊടുത്തേക്കാണ് ഞാൻ വിചാരിക്കാറുണ്ട്. നല്ല ആഴത്തിലുള്ള ഒരു ക്രിസ്ത്യാനിക്ക് അറിയാൻ പറ്റാത്ത നിലയിലുള്ള ആഴമേറിയ ചിന്തകൾ കൊടുക്കുന്ന നല്ല ബൈബിൾ പ്രസംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് നടത്താറുണ്ട് എന്ന് ഈ ദിനത്തിൽ ഞാൻ ഓർക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. സമയം വരട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Please have one more round of applause. Thank you so much, Your Eminence, for your inspiring words and blessings that enrich this occasion with spiritual depth and wisdom. We really value the words that you spoke here today. We are extremely privileged to have among us an illustrious leader whose thoughts and reflections carry immense value in shaping public discourse. May I kindly invite Shri V.D. Satishan MLA, Leader of the Opposition, Kerala Legislative Assembly, to deliver his thoughts. As you know, Shri V.D. Satishan never talks about a book unless he has read it himself. He insisted to have a copy beforehand so he could talk to us. So we request you to please address the guest. മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യനായ റാഫേൽ തട്ടിൽ പിതാവ്, ഏറ്റവും അഭിവന്ദ്യനായ ഡോക്ടർ ഏലിയാസ് മാർ അത്തനേഷ്യസ് തിരുമേനി, ബഹുമാന്യനായ ഫാദർ പയസ് മാലകണ്ഠത്തിൽ, പ്രിയപ്പെട്ട CMB ജോസഫ് സാർ, ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കും. ഇതൊരു കോഫി ടേബിൾ ബുക്കാണെന്ന് ഞാൻ പറയില്ല, ഇതൊരു ഹിസ്റ്ററി ബുക്കാണ്. ഒരു കോഫി ടേബിൾ ബുക്കിൻ്റെ അതിരുകളെല്ലാം കടന്ന് ഇത് കേരളത്തിൻ്റെ നസ്രാണി ചരിത്രം വളരെ ലളിതമായി ആർക്കും വായിക്കാൻ പറ്റാവുന്ന മനോഹരമായ ഭാഷയിൽ വലിച്ചു വാരി എഴുതാതെ കൃത്യമായ എഡിറ്റിങ്ങോടുകൂടി ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കും. ആർക്കും ഇത് വായിച്ച് കേരളത്തിലെ നസ്രാണി ചരിത്രം മനസ്സിലാക്കും.
എങ്ങനെയാണ് നസ്രാണികൾ ഉണ്ടാകുന്നത്? മാൻ ഓഫ് നസ്രത്ത്, ദ ഫോളോവേഴ്സ് ഓഫ് ദി മാൻ ഓഫ് നസ്രത്ത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നസ്രത്തിൽ വളർന്ന ആ നസ്രത്തുകാരൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് നസ്രാണികൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രം പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അരനൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യാത്രയായി. ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ആരാണ് ആദ്യം എത്തിയത്, ഈജിപ്തിലാണോ എത്തിയത് എന്നൊക്കെയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ചരിത്ര സത്യങ്ങളായിട്ടും വിശ്വാസ സത്യങ്ങളായിട്ടും നമുക്ക് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം. തർക്കം വരുമ്പോൾ പറയാനുള്ളത് വിശ്വാസ സത്യമാണെന്ന്. അപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ. പരിഹാരം, പണ്ട് ഈ സെയിൻറ് തോമസ് കേരളത്തിൽ വന്നോ ഇല്ല എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാർ തമ്മിൽ ഭയങ്കര ചർച്ചയാണ് നമ്മുടെ മുസ്ലിംസിൻ്റെ. അപ്പം ഞാൻ അവരുടെ തർക്കം തീർന്നത്, നിങ്ങൾ വിചാരിക്കുക അത് വിശ്വാസ സത്യമാണ്, അവരത് ചരിത്ര സത്യമായിട്ടും വിശ്വാസ സത്യമായിട്ടും ധരിക്കുന്നുണ്ട്. എന്തായാലും തോമസ് ലീഹ നമ്മുടെ കേരളത്തിൽ വന്ന ആ ചരിത്രം മുതലുള്ള കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ വന്നത് മാത്രമല്ല, നോർത്ത് വെസ്റ്റിലാണ് ആദ്യം വന്നത്. പെഷവാറിലെല്ലാം വന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂരിലെത്തിയത്. ഇതൊരു ചരിത്രമാണ്. കൊടുങ്ങല്ലൂരിലെത്തി അദ്ദേഹം ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം കണ്ട് പിന്നെ പാലയൂരിലേക്ക് പോയി. വളരെ രസകരമായിട്ട് അതിനകത്ത് വളരെ ചുരുക്കി അതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഈ കേരളത്തിലുള്ള ഒരുപാട് ആളുകളെ ക്രൈസ്തവരാക്കി മാറ്റിയാണ് ബ്രാഹ്മണന്മാരെ. 17 ഇല്ലങ്ങളുടെ പേരുകളാണ് ശരിക്കും പറയുന്നത്. പകലോ മറ്റോ മുതലുള്ള ഇല്ലങ്ങളിൽ നിന്നാണ് അവരെ ശരിക്ക് ഇതിലേക്ക് മാറ്റിയത്. അത് അവരെ ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം അതിമനോഹരമായിട്ടാണ്, കൗശലത്തോടു കൂടിയാണ് തോമസ് ലീഹ അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ബ്രാഹ്മണരെ മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് വേണ്ടി വെള്ളം മുകളിലേക്ക് ഇങ്ങനെ എറിയും. അപ്പോൾ തോമസ് ലീഹ അവരോട് ചോദിക്കുന്നു, ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, സൂര്യന് വേണ്ടിയിട്ടാണ്, സൂര്യന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത് എങ്കിൽ അത് പിന്നെന്തിനാണ് താഴോട്ട് വരുന്നത് എന്ന് തോന്നുന്നു. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചത് മുകളിലേക്ക് വെള്ളം തൂകിയാൽ അത് അവിടെ നിൽക്കും എന്ന് പറഞ്ഞ് അല്പം ഒരു മാജിക് പോലെ ആ വെള്ളത്തെ ആകാശത്തിലേക്ക് നിർത്തിക്കൊണ്ടാണ് ഇവരെ സ്വാധീനിച്ച് ഇവരെ ക്രൈസ്തവരാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പ്രതിഷേധമുള്ള ആളുകളെല്ലാം, ബ്രാഹ്മണരെല്ലാം കൂടി അവിടെ വിട്ടുപോയി. അവിടെ കാട് മാത്രമായി. അങ്ങനെയാണ് ചാവക്കാട് എന്നുള്ള പേര് വന്നത് എന്നുള്ള മനോഹരമായ ചരിത്രമെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നടന്ന ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഇവിടെ നിന്ന് പോയി മൈലാപ്പൂരിൽ പോയി രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ക്രൈസ്തവരായി മാറുമ്പോൾ രാജാവിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുന്തത്തിൽ കുത്തി അദ്ദേഹത്തെ വധിക്കുന്നത്, രക്തസാക്ഷിത്വം വഹിക്കുന്നതും മൈലാപ്പൂരിലെ ആ ചേർച്ച് ഉൾപ്പെടെയുള്ള കാര്യം അതിമനോഹരമായ ഫോട്ടോസാണ് ഇതിനകത്തുള്ളത്. ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് ഏറ്റവും മനോഹരമായ പ്രിന്റിങ്, ഏറ്റവും ഒരു പുസ്തകം നമുക്ക് റീഡബിലിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത്, അതെല്ലാം ഈ പുസ്തകം വളരെ ഭംഗിയായിട്ട് മനോഹരമായ എഡിറ്റിംഗ് ഉൾപ്പെടെ നിർവഹിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ചരിത്രങ്ങളാണ്. പിന്നെ 7 പള്ളികൾ സ്ഥാപിക്കുന്നത്. ആ 7 പള്ളികൾ ഏതൊക്കെയാണ്? ഇപ്പം എനിക്ക് അഭിമാനം തോന്നി, എൻ്റെ പറവൂരിലെ കോട്ടക്കാവ് പള്ളിയും കൂടി ആ 7 പള്ളിയിൽ പെട്ടിട്ടുണ്ട്. ചിത്രങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ പറവൂരിലെ അബ്ദുൽ ജലീൽ ബാവയുടെ ഖബറിടമുള്ള യാക്കോബായ പള്ളിയുടെ ചിത്രം കൂടി അതിനകത്തുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പറവൂർക്കാരൻ എന്നുള്ള നിലയിൽ അത് വായിച്ചു വന്നപ്പോൾ 2 പ്രധാനപ്പെട്ട പറവൂരിലെ പള്ളികൾ കൂടി ഈ പുസ്തകത്തിൽ ഉണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അത് മാറുകയാണ്. പിന്നീട് ഒരുപാട് നടന്ന ചരിത്രങ്ങൾ, ഈ ഡിനോമിനേഷൻസ് ഓരോന്നും ഉണ്ടാകുന്നത്, ഓരോ ഡിനോമിനേഷൻസ് ഉണ്ടാവുകയാണ്. എല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവരുമാണെങ്കിലും പല കാരണങ്ങളുടെ പേരിൽ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ടാവുകയാണ്. എനിക്ക് ക്രൈസ്തവ സഭാചരിത്രം വളരെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ ക്രൈസ്തവരിലെ എല്ലാ ഡിനോമിനേഷനും കാണാതെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ നമ്മുടെ പാർട്ടിക്കാരേക്ക് ഇരുത്തുമ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ഇങ്ങനെ കാണാതെ പറയും. അത് കാത്തലിക്സ് എത്ര ഗ്രൂപ്പ് ഉണ്ട്, നോൺ കാത്തലിക്സ് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നിങ്ങനെ സാധാരണയായിട്ട് പറയും. അങ്ങനെ ആ ഡിനോമിനേഷൻസ് ഓരോ വർഷവും ഉണ്ടാകുന്നത്, ഓരോ നൂറ്റാണ്ടിലാണ് അല്ലേ. മാർത്തോമ സഭ ഉണ്ടാകുന്നത്, യാക്കോബായ സഭ ഉണ്ടാകുന്നത്, യാക്കോബായ സഭ പിളർന്ന് പിന്നെ ഓർത്തഡോക്സ് ഉണ്ടായി, അന്ത്യോക്യയിലെ ആസ്ഥാനം മാറി, ദേവലോകത്ത് ആസ്ഥാനം വരുന്നത് ഉൾപ്പെടെയുള്ള ആ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഓരോന്നും ഉണ്ടാകുന്നതിൻ്റെ ചരിത്രമുണ്ട്. കൂനക്കുരിശ് സത്യമുണ്ട്. പിന്നെ ഉദയംപേരൂർ സൂനാദോസ് ഉണ്ട്. 426 വർഷമായി, 27 വർഷമായി
1599 അല്ലേ? 1599 അല്ല, അതല്ല, അല്ല, ഉദയംപേരൂർ സൂനഹദോസ് 1599 അല്ലേ? 427 വർഷം, അതാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് അല്ലേ? 427ാമത്തെ വർഷമാണത്. 427ാമത്തെ വർഷമാണ്. അതെല്ലാം ഒരുപാട് ക്രൈസ്തവ സഭാചരിത്രത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കപ്പെട്ട സൂനഹദോസാണ് ഉദയംപേരൂർ സൂനഹദോസ്. ഇങ്ങനെ അതെല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ഭക്ഷണത്തെക്കുറിച്ച് നല്ല കൊതിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഫോട്ടോയെല്ലാം ഇട്ട്, എനിക്കാണെങ്കിൽ ഈ സുറിയാനി ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആകെ എൻ്റെ ബാലൻസ് തെറ്റിപ്പോയി അവസാനത്തെ പടമൊക്കെ, ഭക്ഷണത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ. അതല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാം, ഞാൻ ചുരുക്കി പറയാം. ഈ തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രീ എം ബി ജോസഫും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ പുസ്തകത്തിലുണ്ട് ഡൗട്ടിങ് തോമസ് എന്ന്. ഞാൻ അതിനെതിരാണ്. സംശയാലുവായ തോമസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. എന്താ പറയുന്നത്? ഞാൻ ആ ആണിപ്പഴുത് കാണാതെ, ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കാതെ, ആ വിലാപ്പുറത്ത് കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന്. പിന്നെ അദ്ദേഹം വരുമ്പോൾ ക്രിസ്തു വരികയാണ്. വരുമ്പോൾ അദ്ദേഹം ക്രിസ്തു തന്നെ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കൂ, എൻ്റെ വിലാപ്പുറത്ത് കൈവച്ചു, എന്നിട്ട് വിശ്വസിച്ചോ എന്ന് പറയാം. ഞാൻ അതാണ് തൊട്ടു വിശ്വാസികൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നസ്രാണികളെ തൊട്ടു വിശ്വാസികൾ എന്ന് പറയുന്നത് തോമസ് ലീഹയുടെ അനുയായികളായതുകൊണ്ടാണ്. തൊട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു ബോധ്യമാണ്. ആ ബോധ്യം, അതിനെ നമ്മൾ സംശയം എന്ന് പറയാൻ പറ്റില്ല. താൻ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രം ഇതൊരു സംശയം, നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ള, എനിക്കൊരു സയന്റിഫിക് ടെമ്പറുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ട് വിശ്വസിക്കണം, അതിൽ ഒരു തെറ്റും കാണില്ല. അങ്ങനെ ഒരാളെ സംശയാലു എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഈ അഭിപ്രായം വേറൊരാളും കൂടി ശരിവെച്ചിട്ടുണ്ട്. എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ റിച്ചാർഡ് ഹാക്കിൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ തോമസ് ലീഹ എന്ന് പറയുന്നയാൾ സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ നല്ലൊരു വാക്ക് ഏതാണ്? സയന്റിസ്റ്റ് എന്താ? സയന്റിസ്റ്റ് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട്, അതാണ് സയന്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത്. സയന്റിഫിക് ഫൈൻഡിങ് എന്താ? അതിശാസ്ത്രീയമായി കണ്ടുപിടിച്ച് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടാണ് സയന്റിഫിക് ട്രൂത്ത്. അതാണ് ഈ റിച്ചാർഡ് ഹോക്കിൻസ് പറഞ്ഞിരിക്കുന്ന, തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായ വാചകം, സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ. ഞാനപ്പോൾ ഈ ഡൗട്ടിങ് തോമസ് എന്നുള്ളതിനേക്കാൾ എനിക്കിഷ്ടം സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ വർത്തമാനത്തിൽ. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വിശ്വാസിയായിട്ടുള്ള ഏത് ശിഷ്യനാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത്? ലാസറിനെ കാണാൻ വേണ്ടി ജൂദായിലേക്ക് പുറപ്പെടുകയാണ് ക്രിസ്തു. അപ്പം എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അവിടെ വലിയ കുഴപ്പമാണ്, അങ്ങേ ആക്രമിക്കും, അങ്ങേ കൊലപ്പെടുത്തും എന്ന് പറയും. അപ്പം എന്താ പറഞ്ഞത്? ലെറ്റ് us also go with him, we may die with him. അവനോട് കൂടി മരിപ്പാൻ പോവാന്ന. അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അവനോടൊപ്പം മരിപ്പാൻ പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? ആ തോമസ് ലീഹയെ ഡൗട്ടിങ് തോമസ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഏറ്റവും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലാണ് തോമസ് ലീഹ നിൽക്കുന്നത്, അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും, അതിനേക്കാൾ വലിയ ത്യാഗമില്ലല്ലോ. നമ്മുടെ ജീവൻ പണയപ്പെടുത്താം, അല്ലേ? വി മേ ഡൈ വിത്ത് ഹിം, നമ്മൾ മരിച്ചേക്കാം, ബട്ട് ലെറ്റ് us also go with him, കൂടെ പോവുക എന്നാണ്. അത് വളരെ വലിയൊരു മെസ്സേജാണ്, വിശ്വാസികൾക്ക് എല്ലാം ഉള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഞാൻ നാൻസി ഫ്രാൻസിസിൻ്റെ മക്കളുണ്ട്, അവരെയും ഇത് തുടക്കം ഇട്ടത്, അവരെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അതുപോലെ CMB ജോസഫ് സാർ, അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന് സഹായിച്ച ഫാദർ പൈസ്, അതുപോലെ തന്നെ തനുജ വല്ലി, അവരോടും അവരെ എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും. പിന്നെ എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗം ഇതിൻ്റെ അകത്ത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കില്ല, ഞാൻ കാണാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖ്രാണയെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്മസിനെ കുറിച്ച്, ഈസ്റ്ററിനെ കുറിച്ച്, 50 നോമ്പിനെ കുറിച്ച്, ആ ഒരു കൾച്ചറിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, പള്ളികളുടെ ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ.
പെട്ടെന്ന് വളരെ പെട്ടെന്ന് കിട്ടാവുന്നതാണ്. പിന്നെ അവസാന ഭാഗത്താണ് ഈ ഭക്ഷണം. ഭക്ഷണം കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സുറിയാനി ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയാണ്. അത് തന്നെ ഓരോ പ്രദേശത്തും മാറും. ഇപ്പൊ തൃശ്ശൂരിൽ തട്ടിൽ പിതാവിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിലെ സുറിയാനി ഭക്ഷണത്തെ പറ്റി പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് തൃശ്ശൂരത്തെ ഭക്ഷണം. ഇവിടെ ഇല്ല ആ സുറിയാനി ഭക്ഷണം. പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, തൃശ്ശൂരിൽ ഉപയോഗിക്കും. പക്ഷേ ഇല്ല, കോഴിയും കുമ്പളങ്ങയും ഇവിടെ ഉണ്ട്. തൃശ്ശൂരുണ്ട് കോഴിയും കുമ്പളങ്ങയും. പിതാവിനോട് ചോദിച്ചു നോക്ക്. എറണാകുളത്തില്ല, പാലായിലില്ല, അങ്കമാലിയിലില്ല, ചങ്ങനാശ്ശേരിയിലില്ല. കോഴിയും കുമ്പളങ്ങയും സുറിയാനി ഭക്ഷണമാണ് തൃശ്ശൂരില്. ചോദിച്ചു നോക്കൂ. കോഴിയും കുമ്പളങ്ങയും പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, കായും ബീഫും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു നാല് കൂടി മീൻ കറിയുണ്ട്. ഞാൻ അത്തനേഷ്യസ് തിരുവേനും കൂടി ഇവിടെ ഇരിക്കുന്നു. അതിലെ ഈ സീറോ മലബാറുകാരുടെ മാങ്ങയിട്ട മീൻകറിയും യാക്കോബായക്കാരുടെ മാങ്ങയിട്ട മീൻകറിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് എന്താ, സുറിയാനിക്കാരുടെ മീൻകറിയിൽ 500 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 കിലോ 4 കിലോ മീൻ ഇടുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ള കിട്ടും. ശരിയാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ള കിട്ടും. മാങ്ങാക്കറിയാണ്, പക്ഷെ മീനിന്റെ ടേസ്റ്റ് എവിടെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാരം. പറൂര് കൊട്ടക്കാവ് പള്ളിയിൽ ചെന്നാൽ പറയാം മീൻകറി എന്ന് പറഞ്ഞാൽ എന്നെ പ്രകോപിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കുക. അതിന് മുള്ളു കിട്ടൂല. പക്ഷേ യാക്കോബായക്കാരുടെ ശരിക്കും മീൻ മാങ്ങാക്കറിയാണ്. മീൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ശരിയല്ലേ? അതിന്റെ വ്യത്യാസമാണ്. ശരിയല്ലേ? ഇത് അങ്കമാലിയിൽ വരുമ്പോൾ പോർക്കിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി. അത് സുറിയാനി ഭക്ഷണമാണ്. കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി. ബീഫ് ഒലത്തിയത് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, കറക്റ്റ് അല്ലേ? ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, അതെല്ലാം സുറിയാനി ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ചങ്ങനാശ്ശേരിയും കുട്ടനാടും പോകുമ്പോൾ അത് മാറി ഡക്കായി. നമ്മളിവിടെ ഡക്കുണ്ടാക്കുന്നതും ഇപ്പൊ കിഴക്കമ്പലത്ത് ഡക്കുണ്ടാക്കുന്നതും ചങ്ങനാശ്ശേരി കുട്ടനാട് സുറിയാനികൾ ഡക്കുണ്ടാക്കുന്നത് 2 രീതിയിലാണ്. അവിടെ കറുത്ത കറിയാണ് ഡക്കിന്. അതെന്താ? വറുത്തരച്ചിട്ടുള്ള കറി. ശരിയല്ലേ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ഇവിടുത്തെ കറി പാലൊഴിച്ചിട്ടുള്ള കറിയാണ് ഇവിടുത്തെ ഡക്ക് കറി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഭക്ഷണത്തിൻ്റെതായ വ്യത്യസ്തതകളൊക്കെ ഭയങ്കര ബുക്ക് എഴുതാം. ഇതിന്റെ കൂടെ ഒരു ബുക്ക് രസാലികളുടെ സുറിയാനികളുടെ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം കൂടി അഡീഷണൽ ആയിട്ട് കൂടി എഴുതണം. ഇനി ഞാൻ എഴുതാം. എഴുതാം. ഇത് കൾച്ചറാണ്. ഇത് കൾച്ചറാണ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ ക്രൈസ്തവരുടെ ഗ്രൂപ്പിൽ ലത്തീൻകാരുടെ അടുത്ത് കരിമീൻ, ഞങ്ങളുടെ ഗോതൃത്തിലേക്ക് ചെന്ന കരിമീൻ മപ്പാസ് ഓരോ സ്ഥലത്ത്. പിന്നെ അവർ തലേ ദിവസം പറ്റിയ പോട്ടിക്കറിയുന്നു. പോട്ടി സ്ത്രീകളെല്ലാം ഇരുന്ന് പ്രിപ്പയർ. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. കാലങ്ങളായി രൂപപ്പെട്ടു വന്നതാണ്. ഭക്ഷണവും അതിന്റെ ഭാഗമാണ്. അതെല്ലാം വ്യത്യാസവും. അപ്പൊ ഇതെല്ലാം ഈ കേരളത്തിന്റെ നസ്രാണി ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. എപ്പോഴും നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു പോകാൻ. ഇപ്പോൾ അഗസ്റ്റിൻ സാറുണ്ട്, മരിച്ചുപോയി അദ്ദേഹം. തിരുവനന്തപുരത്ത് ലൈബ്രറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാം വായിക്കേണ്ടതാണ്. ക്രൈസ്തവരെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചും വിവിധ ഡിനോമിനേഷൻ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അപ്പോഴാണ് അതിലാണ് നോക്കുന്നത്. ഓരോ നിലപിച്ച് കേരളത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും, ഇപ്പോൾ കത്തോലിക്ക മിഷണറിമാരാണെങ്കിലും അതുപോലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണെങ്കിലും ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമായി രൂപപ്പെടുത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, അടിമത്വം അവസാനിപ്പിക്കുന്നത് തുടങ്ങിയുള്ള സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആ മിഷണറിമാരാണ്. ഇപ്പോൾ എല്ലാ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും ഉണ്ട്. ഇപ്പോൾ ജോസഫ് പിറ്റ്, അച്ചടി ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചടി, അടിമത്വം അവസാനിപ്പിക്കാൻ മൺറോ തുരുത്തിൽ പോയ ജോസഫ് പിറ്റ്, അങ്ങനെയുള്ള ഒരു വലിയ ഹിസ്റ്ററി കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാനുള്ള കാരണം ഒരു നായർ ഡോമിനേഷൻ കേരളത്തിൽ തകർന്നതിനെ കുറിച്ചുള്ള റോബർട്ട് ജെഫ്രിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ മിഷണറിമാരുടെ റോൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഈ ക്രൈസ്തവർ മിഷണറിമാർ വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച്
വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പുസ്തകം. ഞാൻ പണ്ട് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം അതിനകത്തുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ക്രൈസ്തവ സഭാചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൂടി പ്രത്യേകതകളാർന്ന ഒരു ചരിത്രമാണ്. വലിയ റോൾ അത് പ്ലേ ചെയ്തിട്ടുണ്ട് സമരങ്ങളിൽ എല്ലാം. അതുകൊണ്ട് നമ്മുടെ എബ്രഹാം മാർത്തോമ തിരുമേനി നമ്മുടെ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ആരെയാണ്? സർ സി പിയെ വെല്ലുവിളിച്ചു. അപ്പോൾ സി പി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. അപ്പോൾ അദ്ദേഹം ഭയന്നില്ല. അപ്പോൾ അദ്ദേഹം ബൈബിളിൽ ഹെറോദോസിൻ്റെ പടയാളികൾ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോൾ ക്രിസ്തു പറഞ്ഞവരാണ്. അവരോട് പോയി പറഞ്ഞേക്ക്, ഞാൻ നാളെയും മറ്റന്നാളും ശുശ്രൂഷയുമായി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാൻ ആ കുറുക്കന്മാരോട് പോയി പറഞ്ഞേക്കാനാണ് പറയുന്നത്. അത് തന്നെയാണ് എബ്രഹാം മാർത്തോമ മെത്രോപ്പൊലീത്ത പറഞ്ഞത്. അതായത് ആ ബൈബിളിലെ ഭരണകൂടത്തോട് പോരാടി, അല്ലേ? ക്രിസ്തുവും ഭരണകൂടത്തോടാണ് പോരാടിയത്. ചുങ്കക്കാരോട്, പലിശക്കാരോട്. ഇപ്പം രണ്ട് മുഖമുണ്ട്, അല്ലേ? നമ്മുടെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ മുഖവും അനീതികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും. ഈ രണ്ട് ഫേസും ഉണ്ട്. അത് എല്ലാം ക്രൈസ്തവ കൾച്ചറിൻ്റെ, ഇതിനകത്ത് കൾച്ചറിനെ കുറിച്ചാണ്, അതിൻ്റെ ഭാഗമാണ്. അതാണ് തുടർച്ചയായിട്ട് കേരളത്തിലേക്ക് കിട്ടിയത്. ഇങ്ങനെയൊരു വലിയ സംരംഭം നടത്തിയതിന് ഞാൻ ഒരിക്കൽ കൂടി എം ഇ ജോസഫ് സാറിനെയും സഹപ്രവർത്തകരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുറ്റും. Thank you very much, sir, for your thoughtful and meaningful reflections, your astounding knowledge on the community and the book. I think he definitely deserves a huge round of applause from the audience. Ladies and gentlemen, we now arrive at the most awaited segment of this evening, the official book release ceremony. It is a matter of immense pride that the book is being released by His Beatitude, Mar Raphael Tuttle, Major Archbishop and Head of the Syro-Malabar Catholic Church. May I now respectfully invite His Beatitude, Mar Raphael Tuttle, to release the book by handing over the first copy to Shri V.D. Satishan MLA, Leader of the Opposition, Kerala Legislative Assembly. I also invite Sharon and Susanna to please join them on stage. Ladies and gentlemen, with great joy and honor, we witness the official release of Nasranis, the Syrian Christians of Kerala, their origins, culture, customs, and cuisine. May we have some more books brought to the stage, please? The much awaited moment, a dream come true, a labor of love. Let's have a warm round of applause once again for everyone who has put their hearts and hands together for this. Bishop of the Syro-Malabar Church, to listen to his thoughts and reflections on the book and on the 2,000-year history of the Syrian Christians of Kerala. Your Beatitude, we respectfully invite you to please address this gathering. നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, എത്ര ദിവസമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, സ്ഥാനത്ത് മാറ്റത്തിന് വി.ഡി. സതീശൻ അവറുകളെ, പ്രിയങ്കരനായിട്ടുള്ള ഏലിയാസ് മാർ ആശ്വാസ് തിരുമേനി, പയസ് മലയക്കണ്ടത്തിൽ അച്ഛ, പ്രിയങ്കരനായിട്ടുള്ള ജോസഫ് സാർ, ഇവിടെ പി സി തോമസ്, അതുപോലെ വിശിഷ്ടരായിട്ടുള്ള ധാരാളം വലിയ വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മാധ്യമപ്രവർത്തകരെ, സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പുസ്തകം മൗണ്ട് സെൻറ്റ് തോമസിലെ ഈ ആസ്ഥാന കാര്യാലയത്തിൽ വെച്ച് പ്രസിദ്ധീകരിക്കാനായിട്ട് ജോസഫ് സാറ് കാണിച്ച സന്മനസ്സിന് സകല നാമത്തിൽ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ പുസ്തകം ഓർഡർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച താങ്ക്സി ഫ്രാൻസിസ് എന്ന ഇവിടെ ഇല്ല, സ്വർഗത്തിലിരുന്ന ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് കൂട്ടുപങ്കാളിയാണെന്ന് എനിക്കറിയാം. താങ്ക്സിയുടെ പ്രിയമക്കൾ കൂടിയുണ്ട്. ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് തൊഴിലുകളോടുകൂടെ ഞാൻ ആത്മാഞ്ജലി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാർഡിനൽ ടിസ്രാൻഡാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ ആധുനിക കാലത്തുള്ള വലിയ വളർച്ചയ്ക്ക് കാരണമായത്. ഒരുപക്ഷെ ലാറ്റിൻ സഭയുടെ അടുത്ത് അല്ല ഒരു ക്ലസ്റ്റേഴ്സിൽ കിടന്നിരുന്ന സീറോ മലബാർ സഭ അതിൽ നിന്ന് വിടുവിപ്പിച്ച് അതിന് കുറേ കൂടെ വളർച്ചയ്ക്ക് വേദി തുറന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം എന്നും ഈ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ മാർപ്പാപ്പമാരോട് വാദിക്കുകയും കോൺഗ്രിഗേഷനിലെ ചർച്ചകളിൽ ശക്തമായിട്ടൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ പരിശുദ്ധ പിതാവ് ചോദിച്ചെന്നാണ് പറയുന്നത്, കാർഡിനൽ ടിസ്രാൻഡ്, വൈ യു ആർ സോ മച്ച് ലവ് ഫോർ ദ സീറോ മലബാർ ചർച്ച്? അപ്പം അദ്ദേഹം വികാരാധീനായിട്ട് പറഞ്ഞു, ഐ നോ ദർ ഹിസ്റ്ററി, ദർഫോർ ഐ നോ ദർ സ്റ്റോറി ആൻഡ് ഐ ലവ് ദം. ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ചരിത്രവും അതിൻ്റെ കഥകളും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാതെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഇൻഡിഫറൻസാണ്. ഒരുപക്ഷെ ജോസാബി പുസ്തകം ഞാൻ പകുതിയിൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഈ പുസ്തകത്തിന് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് ഈസ് എ വെരി അഫെക്ഷനേറ്റ് മോട്ടിവേറ്റർ. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ച് പോവുകയാണ്. ഒരുപാട് പദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, മോട്ടിവേറ്റിംഗ് ലാംഗ്വേജ്. ഞാൻ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് സത്യം പറഞ്ഞാൽ പുസ്തകം കുറേ കൂടിയൊക്കെ അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ പറയുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ഷോർട്ടർ വേർഷനൊക്കെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് ഒരു ധ്യാനപ്രസംഗമൊക്കെ കൂടുന്നത് പോലെ ഈ പുസ്തകം വായിച്ചാൽ ഒരുപാട് സഭയോടുള്ള ഇഷ്ടം തോന്നാനായിട്ട് ഈ പുസ്തകത്തിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം തന്നെ ഏകദേശം 8 ചാപ്റ്ററുകൾ അല്ലേ, 8 ചാപ്റ്ററുകൾ ആണ് ഞാൻ കണ്ടത്. ഒറിജിൻ, ഏഴരപ്പള്ളികൾ, പുരാതന പള്ളികൾ, പള്ളി പെരുന്നാളുകൾ, അതുപോലെ തന്നെ സമുദായ നേതാക്കൾ, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, സിറിയൻ ക്രിസ്ത്യൻ ടേബിൾ, അതുപോലെ നമ്മുടെ തറവാടുകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമുദായത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. പക്ഷേ ഞാനിത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇത് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു പന്തക്കൊസ്തയുണ്ട്. അപ്പോൾ അവർക്ക് സുബോധം ഉണ്ടായി. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ എറണാകുളത്തൊക്കെ നമ്മൾ ഏത് പള്ളിയിൽ പോയില്ല എന്താ കുഴപ്പമിരിക്കുന്നത്, അത് കുർബാന കണ്ടാൽ പോരെ എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു മലങ്കരക്കാരൻ അത് ചത്ത പറയില്ല, വേണ്ടെന്ന് വയ്ക്കുള്ളൂ. അപ്പുറത്തെ പള്ളിയിൽ പോയി കുർബാന അത്രയ്ക്കേറെ ആരാധനക്രമത്തോടും ചരിത്രത്തോടും അവർ അറ്റാച്ചഡാണ്. നമ്മുടെ ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇറ്റ്സ് എ വെൽ കണ്ടന്റഡ്, വെരി മച്ച് ഇൻഫോർമേറ്റീവ്, attractively presented and motivating to the
സ്റ്റോറി ടു എ ലൈഫ് വിറ്റ്നസ്. അതുകൊണ്ട് തന്നെ ഇതിലെ പടങ്ങളും ഒക്കെ, അതുകൊണ്ട് ഞാൻ പറയും ഇതൊരു കച്ചവടക്കണ്ണോടുകൂടി എഴുതിയൊരു പുസ്തകമല്ല, ഇത് ഒരു പ്രേക്ഷിത മനോഭാവത്തോടു കൂടി എഴുതിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ഞാൻ ഈ പുസ്തകത്തിന് എല്ലാവിധ നന്മകളും ഭാവങ്ങളും ഒക്കെ ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പള്ളികളിലെ, നമ്മുടെ എല്ലാ സ്കൂളുകളിലെ, കോളേജുകളിലെ, നമ്മുടെ ആശ്രമങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ, സെമിനാരികളിലൊക്കെ, കുടുംബങ്ങളിൽ, ഈവൻ അതുപോലെ ലൈബ്രറികളിലൊക്കെ ഇതിൻ്റെ കോപ്പി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അത് ഒരുപക്ഷെ നമ്മുടെ സമുദായത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ ആളുകൾ വായിക്കാൻ മാത്രമല്ല, ആളുകളിൽ ഒരു അഭിനിവേശം സൃഷ്ടിക്കാനായിട്ട് ഈ പുസ്തകം കാരണമാകും. ഞാൻ ദീർഘമായിട്ട് പറയാത്തത്, ഞങ്ങളിവിടെ തങ്ങിയാൽ അത്താഴം തരാൻ എന്നോട് പറ്റുകയില്ല. എനിക്ക് കാരണം അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ മാത്രം അത്താഴത്തിന് പോവുകയും ഞങ്ങൾ ഇവിടെ കുടുങ്ങുകയും ചെയ്താൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരും. ഞാൻ നിർത്തുന്നത്, ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിലല്ല. പക്ഷേ I would like to register my note of gratitude to your scholarship to present the story of the Thomas Christians, especially in the context of the Syro-Malabar Church, in a most affectionate and attractive way to the new generations of our samudayam. അതിന് എനിക്ക് തോന്നുന്ന വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഞാൻ എല്ലാ പള്ളികളോടും അതുപോലെ ആശ്രമങ്ങളോടും ലൈബ്രറികളോടും ഗവൺമെൻറ്റുകളോടും ഒക്കെ ഇതിൻ്റെ കോപ്പി അവരുടെ ലൈബ്രറിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ചീപ്പർ എഡിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈവൻ വി ക്യാൻ തിങ്ക് അബൌട്ട് മേക്കിംഗ് ഇറ്റ് എ ടെക്സ്റ്റ് ബുക്ക് ഈവൻ ടു സെമിനറീസ്, കുട്ടികൾക്കൊക്കെ. കാരണം അത്രയും ഇതിൽ കണ്ടന്റ് ഉണ്ട്, ഈ പുസ്തകത്തിന് അത്രയും കണ്ടന്റ് ഉണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സന്തോഷത്തോടുകൂടെ സഭയുടെ നാമത്തിലെ ഈ വലിയ ദൗത്യ നിർവഹണത്തിൽ കാണിച്ച സന്മനസ്സിന്, കാണിച്ച സ്നേഹത്തിന്, കാണിച്ച വലിയ ദൂരക്കാഴ്ചയ്ക്ക് സഭയുടെ നാമത്തിലുള്ള കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് സർവ പ്രചാരം ലഭിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Enough your beatitude to express our gratitude for inspiring us and the leadership that continues to guide and strengthen the Syrian Christian community in Kerala, India, and the entire world. I now invite Shri P.C. Thomas, former MP and Minister of Law, Government of India, to please share his thoughts. ഫിൽത്തഫിൽ തിരുമേനി, പിന്നെ നീശസ് തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ, പ്രിയമുള്ള ഐസച്ചൻ, പ്രിയപ്പെട്ട MP ജോസഫ്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതിൻ്റെ തുടക്കക്കാരിയുടെ മക്കളായ പ്രിയപ്പെട്ടവരെ, ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, പ്രസംഗിക്കുന്നില്ല. വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ പങ്കെടുത്തപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഇങ്ങനെ നസ്രാണി സഭകളെ ഒന്നിച്ച് കാണത്തക്ക വിധത്തിൽ ഇതുപോലെ ഒരു നീക്കം ഈ പുസ്തകത്തിൽ കൂടി നടത്തിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതിന് വളരെ വളരെ അഭിമാനപൂർവ്വം മാത്രമേ അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ബൈബിളിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ബൈബിളിനെ കുറിച്ച് ഏറ്റവും നല്ലത് പറയാൻ അറിയാവുന്ന ഒരാളാണ് ശ്രീ വി ഡി സതീശൻ എന്ന് നമുക്ക് പ്രത്യേകിച്ചും മനസ്സിലായി അല്ലേ? അദ്ദേഹം എത്രയോ കാര്യമായിട്ടാണ് ബൈബിളിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഒരു പുസ്തക രൂപമാണ് അതാക്കി തീർത്തതിന് ശ്രീ MP ജോസഫിനും അതുപോലെ നമ്മുടെ സഹോദരിമാരായ ഈ കുട്ടികളുടെ അമ്മയ്ക്കും എല്ലാം പ്രത്യേകമായിട്ടുള്ള അഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ടുള്ള അഭിമാനത്തോടെയുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, പ്രസംഗം ഒഴിവാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. As we conclude this evening, it is time to express gratitude to God Almighty and to all those who made this event possible. I now invite Ms. Susanna Tekekara, daughter of Dr. Thangsy Francis Tekekara, the ideator of this book, to deliver the vote of thanks. Thank you to His Beatitude Mar Raphael Patil, Shri V.D. Satishan, Mar Athanasius for gracing this beautiful occasion, and also want to give special thanks to all the co-authors who made this book possible and made my mom's dream come to life. So special thanks to Mr. MP Joseph for taking forward the publication of the book as well. And we truly think this book is a gift to our generation and to future generations. So thank you everybody for joining us on this beautiful occasion. And please join us for some tea and sandwiches now. Thank you very much. Thank you to everybody. As Susanna mentioned, there's coffee and snacks. Even though not dinner, there's coffee and snacks in the dining room. And we also have copies of the book at the back of the hall. It is at a subsidized price of ₹3,000 just for this occasion. And thank you once again and have a pleasant evening.